ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം നമ്മെ പുനരുദ്ധരിക്കുന്നതിനും നമ്മെ രക്ഷിക്കുന്നതിനും കാരണമാകട്ടെ. ഇന്നത്തെ ദൈവവചനത്തിലൂടെ ദൈവം അവിടുത്തെ മുഖപ്രകാശം നമ്മിലേക്ക് അയച്ച് നമ്മുടെ കഷ്ടതകളിൽ നിന്നും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവിടുന്ന് ആശ്വാസം നൽകി നിങ്ങൾക്ക് സൗഖ്യവും ശക്തിയും നൽകട്ടെ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ദൈവം നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിച്ചു തീരും മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാകുന്നതിന് വിശ്വാസത്തോടെ ഇന്നത്തെ ഈ തിരുവചനം നമുക്ക് സ്വീകരിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ് ഇത്. നാം ഏതൊക്കെ മേഖലയിലാണോ ദുഃഖിക്കുന്നത് ആ മേഖലകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവെ, അങ്ങ് എന്നിലേക്ക് തിരിയണമേ, എൻ്റെ കുടുംബത്തിലേക്ക് തിരിയണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കാണുന്നല്ലോ. അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ തോന്നി നിൻ്റെ മുഖപ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ശക്തിയും ഓജസ്സും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ കേൾക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തിക്കുന്നതിനും പരിശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സങ്കീർത്തനം 80 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസേക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതിരിക്കും? അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണുനീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി. അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു. അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നും ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ, ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാലെ, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാലെ എൻ്റെ കർത്താവെ, അങ്ങ് ഞങ്ങളിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് തണലായി
ഞങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസം നൽകി, ഞങ്ങളുടെ വേദനയിൽ ശക്തി നൽകി, ഞങ്ങളുടെ രോഗത്തിൽ സൗഖ്യം നൽകി, ഞങ്ങളുടെ ഇല്ലായ്മയിൽ അഭിവൃദ്ധി നൽകി, ഞങ്ങളുടെ ശൂന്യതയിൽ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, നിന്നോട് പ്രാർത്ഥിക്കുന്ന ഏവരുടെയും ആഗ്രഹങ്ങളെ നീ അറിയുന്നു. പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞങ്ങൾക്കുത്തരമരുളുന്ന നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം നീ ശ്രവിക്കണമേ. ഞങ്ങളുടെ യാചനകളുടെ സ്വരം നീ ശ്രവിക്കണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ മക്കൾ നിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ. കരുണാമയനായ ദൈവമേ, നീ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനർത്ഥങ്ങളും പരാജയങ്ങളും ഭയപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളും നീങ്ങിപ്പോകട്ടെ. ഈ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാകണമേ. ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാലെ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ചൊരിയണമേ. ശത്രുക്കൾ ഞങ്ങളെ പരിഹസിക്കാൻ ഇനി നീ അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനമായി തീരാൻ ഇനി നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് നിന്നിലേക്ക് തിരികെ വരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളെ, കുറവുകളെ അവിടുന്ന് നോക്കിക്കാണണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇനി നീ വൈകരുതേ. ഞങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ തിരികെ നൽകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് തിരികെ വരാനും നീ ഞങ്ങളിലേക്ക് തിരിഞ്ഞ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ കാത്തുകൊള്ളണമേ. ഇവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. മക്കളുടെ ഇനിയുള്ള ജീവിതത്തെ നീ ആശീർവദിക്കണമേ. അവരുടെ പഠനത്തെ നീ അനുഗ്രഹിക്കണമേ. പരീക്ഷയെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ വിവാഹങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ നീ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഈ സമയം ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന് സൗഖ്യം നൽകി ഗർഭസ്ഥ ശിശുവിനെ നീ അനുഗ്രഹിക്കണമേ. ഈ സമയം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നീ കരുണ തോന്നി ആ എല്ലാ ദമ്പതിമാരെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും വിശ്വസ്തതയും കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ ദൈവകാര്യങ്ങളിൽ ഏർപ്പെടാനും മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതം കൊണ്ടൊരു നന്മ പകരാൻ കർത്താവേ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി അത് പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നീ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നൽകി അവരെയെല്ലാം നീ നിന്റെ ശക്തമായ കരങ്ങളിൽ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ, നിയോഗം വെച്ച് നിന്നോട് ചോദിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തീരും മുൻപേ നീ സാധിച്ചു കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾ പാത്രരാകാൻ ഞങ്ങളുടെ കുറവുകളെ എല്ലാം മാതാവേ നീ കാണിച്ചു തന്ന് ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ തിരിയുന്നതിനും ദൈവമായ കർത്താവ് ഞങ്ങളിലേക്ക് തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി അമ്മേ മാതാവേ നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു തന്ന് കർത്താവിൻ്റെ മുഖപ്രകാശം നമ്മിലേക്ക് വരുന്നതിനും നാം എല്ലാവരും അനുഗ്രഹീതരാകുന്നതിനും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പുനരുദ്ധരിക്കപ്പെടുന്നതിനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിയോഗം വെക്കുന്ന എല്ലാം കർത്താവ് സാധിച്ചു തരട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ കൊച്ചു ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.